Okay, good afternoon, all of you. All of you mark your attendance. All of you mark your attendance now. Okay, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗം ഏതാ? PER. Okay, all of you take a textbook. പേജ് നമ്പർ ഏതുവരെയാ പഠിച്ചത് മക്കളെ? നമ്മള് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പറഞ്ഞേ. നമ്മളെ പശു അതല്ലേ പഠിക്കാനുള്ളത് ഇനി? ഓക്കെ, അപ്പൊ നമ്മള് പേജ് നമ്പർ 30 പഠിച്ചു കഴിഞ്ഞതല്ലേ മക്കളെ? ആഘോഷങ്ങള് അല്ലേ വൈക? അല്ലേ ആദിശേ? യെസ്. ഓക്കെ, ആഘോഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുണ്യമാസം കടന്നുപോയി, ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ആകാശത്ത് അമ്പിളിക്കല അല്ലേ? ത്യാഗം എന്താണ്? ഒരു സാധനം നമുക്ക് വേണം എന്നിരിക്കെ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? ത്യാഗം, ത്യജിക്കൽ അല്ലേ? നമുക്ക് വേണ്ടാത്ത സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ത്യാഗമല്ല അല്ലേ? നമുക്ക് അധികമായ സാധനങ്ങള് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതല്ല ത്യാഗം. ത്യാഗം എന്താ? നമുക്ക് വേണ്ട സാധനങ്ങൾ, അതായത് നമുക്കത് വേണമെന്നിരിക്കെ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ത്യാഗം എന്ന് പറയും അല്ലേ? ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ആകാശത്ത് അമ്പിളിക്കല കാണുന്നതാണ് എന്ത്? ഈദ് മുബാറക് അല്ലേ? ഈദ് മുബാറക്. നമ്മള് കഴിഞ്ഞ ഒരു ആഘോഷം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓണം. ഓണം എങ്ങനെയാ? മാവേലി നാടുവാൻ ഈടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അല്ലേ? കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഓണം? മാവേലി നാടുവാണെന്ന മഹാബലി നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നു? കള്ളവും ചതിയും ഒന്നും ഇല്ലാതെ മനുഷ്യരെല്ലാരും ഒരുപോലെ അല്ലേ? ഒന്നുപോലെ എല്ലാവരും സമൃദ്ധമായി അല്ലേ? സദ്യയും ഒക്കെ ഉണ്ടാക്കി നമ്മള് സമൃദ്ധമായി കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ഓണം അല്ലെ? അതിന്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മഹാബലി നമ്മുടെ നാടുവാണ കാലത്തിന്റെ ഓർമ്മ പുതുക്കിയിട്ട് അല്ലെ? നമ്മൾ അങ്ങനെ സമൃദ്ധമായി നമ്മൾ കഴിഞ്ഞു പോയിരുന്ന ഒരു കാലമായിരുന്നു ഓണക്കാലം. ഏത്? മഹാബലി നാടുവാണ കാലം. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ചിങ്ങമാസത്തിലെ തിരുവോണം ദിവസം നമ്മൾ എന്ത് ചെയ്ത് തിരുവോണം ആഘോഷിക്കുമ്പോ എന്താണ്? ഓണപ്പൂക്കളൊക്കെ ഇട്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ ഒരുക്കി നമ്മള് മഹാബലിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കും അല്ലേ? അപ്പോ അതേപോലെയുള്ള ഒരു ആഘോഷമാണ് എന്ത്? ഈദ് മുബാറക്. ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കിയിട്ട് ആകാശത്ത് അമ്പിളിക്കല കാണുമ്പോഴാണ് ഈദ് മുബാറക് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കാലിത്തൊഴുത്തിൽ പിറന്നവൻ, ലോകത്തിന് വഴികാട്ടിയവൻ, പുണ്യേശു പിറന്നവൻ. പേജ് നമ്പർ 30 മിസ് പറയുന്നത് കേട്ടോ, ആഘോഷങ്ങള്. ഓക്കെ, അപ്പൊ ഈ കാലിത്തൊഴുത്തിൽ പിറന്നവൻ ആരാ? യേശു ക്രിസ്തു ആണ് അല്ലെ? കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ. കേട്ടിട്ടുണ്ടോ നിങ്ങള് പാട്ട്? ഉണ്ടോ? ഇല്ലേ അഭിനവേ? കേട്ടിട്ടില്ലേ? അപ്പൊ കാലിത്തൊഴുത്തിൽ പിറന്നവൻ ആരാ? യേശു ക്രിസ്തു അല്ലേ? അദ്ദേഹം എങ്ങനെയാ? ലോകത്തിന് വഴികാട്ടിയവനാണ് അല്ലേ? അദ്ദേഹം പിറന്ന ദിവസമാണ് ഏത്? നമ്മള് ക്രിസ്തുമസായി ആഘോഷിക്കുന്നത്. മക്കളെ 1 മിനിറ്റ്, മിസ് ഒന്ന് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തോട്ടെ. അപ്പൊ നമ്മള് യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമാണ് എന്ത്? നമ്മള് ക്രിസ്തുമസായി ആഘോഷിക്കുന്നത് അല്ലെ? അപ്പൊ ഡിസംബർ 25 അല്ലേ നമ്മള് ക്രിസ്തുമസായി ആഘോഷിക്കുന്നത്? അറിയില്ലേ? ഡിസംബർ 25 ക്രിസ്തുമസ്? യെസ് ഓർ നോ? എല്ലാവർക്കും വിശന്നോ? ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഡിസംബർ 25 നമ്മൾ എന്താ ആഘോഷിക്കുന്നേ? ക്രിസ്മസ്.
ക്രിസ്മസ്. അപ്പോ കാലിത്തൊഴുത്തി പിറന്നവനാണ് ആര്? യേശു ക്രിസ്തു അല്ലേ? ലോകത്തിന് വഴികാട്ടിയായവനാണ് അല്ലേ? പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ വരും അല്ലേ ശകലേ? കൊറേ കൊണ്ടുവരും അല്ലേ? മുട്ടായി ഒക്കെ തരും എല്ലാവർക്കും. എല്ലാവരും വീടിന് മുറ്റത്തും വരും അല്ലേ? ആര്? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പനെ നിങ്ങൾ കണ്ടോ? ഇവിടെ ഇവിടെ കണ്ടോ ക്രിസ്മസ് അപ്പൂപ്പൻ? ആഘോഷങ്ങൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഓണം ഉണ്ട്, ഏതൊക്കെ? ഈദ് മുബാറക്കും ക്രിസ്തുമസും അല്ലേ? അപ്പൊ ഈ നമുക്ക് കോടിയൊക്കെ എടുത്തു തരും അല്ലേ? പുതിയ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരാറില്ലേ? ഇതാ ശകലേ. എല്ലാരും നോക്കിക്കോ ക്രിസ്മസ് അപ്പൂപ്പനെ. ശകലിന്റെ അടുത്തേക്ക് നോക്കിയേ എല്ലാവരും. വെരി ഗുഡ്, വെരി ഗുഡ്. ശാസിലിന്റെ ചിരി. അതെല്ലേ? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ക്രിസ്മസ് അപ്പൂപ്പനെയും അല്ലേ ആദിശേ? മനസ്സിലായില്ലേ? അപ്പൊ ഓണമുണ്ട്, ആഘോഷങ്ങളിൽ ഓണം, ഈദ് മുബാറക്, ക്രിസ്തുമസ്. നെക്സ്റ്റ് വൺ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അടുത്ത പേജ് നോക്കിയേ മക്കളെ. പേജ് നമ്പർ 31 എടുത്തേ എല്ലാവരും. ടേക്ക് 31 അല്ലേ? എന്താ നിരാശ? എടുത്തോ പേജ്? റിയാൻ നല്ല സൂപ്പർ സ്റ്റൈലിലാണല്ലോ ഇരിക്കുന്നത്. മൂന്നാമത്തെ ക്ലാസ് ഇത് കണ്ടിന്യൂ ആയിട്ട് അവന് മടുത്തൂന്ന്. മൂന്നാമത്തെ ക്ലാസ്സായി മടുത്തോ? അയ്യോ മക്കൾക്ക് മടുത്തോ? മടുത്തോ എല്ലാവർക്കും മക്കൾക്ക്? പേജ് നമ്പർ 31 എന്താ? വായിക്കാം, എഴുതാം. കുറച്ച് സമയം എടുക്കുമല്ലോ കേട്ടോ. പറഞ്ഞോ. 31 അല്ലേ നിങ്ങളതില്? എന്നാ മക്കളെടുത്തോ. പശു പവർഗാക്ഷരങ്ങളാ പറയുന്നത്. പവർഗങ്ങൾ അതേതാ പേജ് നമ്പർ? ഓക്കെ, അതെടുത്തു. അതില് ഫസ്റ്റ് വൺ മിസ് കുറച്ച് സമയം എടുക്കൂലോ, മക്കൾക്ക് റെസ്റ്റ് തരാം കേട്ടോ. അപ്പോ നിങ്ങള് ഒരു റെഗുലർ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി ഒരു 4 പീരീഡ് വച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ച് പഠിക്കുമല്ലോ ഇരിക്കാനൊക്കെ അല്ലേ? നമുക്ക് ഇനി ക്ലാസ് തുറക്കുമ്പോ വരണ്ടേ അല്ലേ ശകലേ? ശകലിനെല്ലാം ബസ് സ്കൂളിന്റെ വീടിന്റെ അടുത്തേക്കൂടെ പോകുമ്പോ, സ്കൂൾ ബസ് വീടിന്റെ അടുത്തേക്കൂടെ പോകുമ്പോ കരിയാണ് ശകലൊക്കെ അല്ലേ? എന്നെ വരണമെന്നുണ്ടോ സ്കൂളിലേക്ക്? അപ്പൊ എല്ലാ മക്കൾക്കും ഉണ്ടാവും അല്ലേ വരണമെന്ന് ആഗ്രഹം? ഓക്കെ. അപ്പോ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് മിസ് വേഗം എടുത്തിട്ട് മതിയാക്കാം കേട്ടോ. കുറച്ച് ഭാഗമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതിലെ ആഘോഷങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് പവർഗാക്ഷരങ്ങളാണ്. പവർഗങ്ങൾ ഏതൊക്കെയാ? പാപ്പ, ബാപ്പ, അമ്മ അല്ലേ? അതാണ്. അതില് പിക്ചർ നോക്കിയേ മക്കളെ. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ? പശു. പശു. പശു, കൗ. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? ഫലം എന്ന് പറഞ്ഞ എന്താ മക്കളെ?
ഫ്രൂട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. പഴവർഗ്ഗങ്ങളൊക്കെ ഫലം. എന്താ എന്താണ് ബലൂൺ. നെക്സ്റ്റ് വൺ ഭരണി. അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പശു, ഫലം, ഭരണി, മാങ്ങ. പശു, ഫലം, ബലൂൺ, ഭരണി, മാങ്ങ. ഫലം, ബലൂൺ, ഭരണി, മാങ്ങ. ഓക്കെ? ഫലം, മാങ്ങ. അല്ലേ? പെൻസിൽ എടുത്ത് എഴുതിയ ഡോട്ട്. ഇത്ര വാക്കൊന്നല്ല, എന്റെ താഴെ ഒരു പശു. ഇതാ ഇത് പശു എഴുതിയ മക്കളെ ഡോട്ടിന്റെ മുകളില് പശു എഴുതിക്കോ. പശു അത് എഴുതിക്കോ. ഡോട്ടിന്റെ മേലെ എഴുതി കഴിഞ്ഞോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഫലം, ഫ്രൂട്ട്സ്, ബലൂൺ. പറഞ്ഞോ. അതിന്റെ താഴെ ഉണ്ട്, വായിപ്പിക്കാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ? അപ്പൊ ആദ്യത്തേത് പശു. പശു, ഫലം, ബലൂൺ, ഭരണി. കുറച്ച് കട്ടി പറയണം കേട്ടോ. ഭരണി, മാങ്ങ. അതിൽ നമ്മൾ ഡോട്ട്, ഡോട്ടിന്റെ മുകളിലെ മക്കളെ എഴുതിയേ. ഡോട്ടിന്റെ മുകളിലെ എഴുതിയോ? എല്ലാ മക്കളും എഴുതിയോ? എഴുതിയോ? വെരി ഗുഡ്. താഴെ നോക്കിയേ മക്കളെ, താഴെ നോക്കിയേ എല്ലാവരും. പശ. നെക്സ്റ്റ് വൺ ഫലിതം. കീച്ചിനുണ്ട് അല്ലേ? പാലൻ. ആ ബായാണേ. പാലൻ. അടുത്ത നോക്കിയേ ഭയം. ഭയം. ഭയം എന്ന് പറഞ്ഞാ എന്താ? പേടി. മാനം. എന്താ മാനം? മാനം, ആകാശം. അപ്പൊ പശ, ഫലിതം, പാലൻ, ഭയം, മാനം. പശ, ഫലിതം, മാനം. ഓക്കെ? അപ്പൊ നമ്മള് ഓരോ പവർഗങ്ങളിൽ ഓരോ അക്ഷരങ്ങളും വെച്ച് 2 വേർഡ്സുകൾ ഇവിടെ പഠിച്ചു അല്ലേ? ഓരോ അക്ഷരങ്ങളും വെച്ച് പശു, പശ, ഫലം, ഫലിതം, ബലൂൺ, ബാലൻ, ഭരണി, ഭയം, മാങ്ങ, മാനം. അല്ലെ? മാ വെച്ച് മാങ്ങയും അല്ലെ? പശയും പശുവും തമ്മിലുള്ള വ്യത്യാസം നോക്കി നിങ്ങളെ. ഒരു ഊചിഹ്നം ഉണ്ട് എന്നുള്ളത് മാത്രം അല്ലെ? പശ കഴിഞ്ഞൊരു ഊചിഹ്നമുണ്ട് പശുവിന്. മനസ്സിലായോ? ചിഹ്നങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇതിലല്ലേ? അപ്പൊ പശ, ഫലം, ഫലിതം, ബലൂൺ, ബാലൻ, ഭരണി, ഭയം, മാങ്ങ, മാനം. ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. വായിക്കാൻ പഠിച്ചോ മക്കള്?
ക്ഷീണിച്ചു പോയോ റിയാനെ? എന്ത് ചെയ്യാനാണല്ലേ? എനക്കും ക്ഷീണം വന്നു. അൻവിതക്കും അൻവിതക്കും ക്ഷീണം വന്നു. പിന്നെ ആർക്കൊക്കെയാ ക്ഷീണം ഇവിടെ ഉള്ളത്? വൈകക്കും വന്നു. വൈകക്കും വന്നു. എത്ര പീരീഡ് മക്കള് പഠിച്ചു ഇപ്പോ? 3 പീരീഡ്. എന്നാ മിസ്സിന്റെ കാര്യം പറയട്ടെ. മിസ് 10 മണിക്ക് ക്ലാസ് എടുത്തു, 10:45 ക്ലാസ് എടുത്തു, 11:30 ക്ലാസ് എടുത്തു, 12:15 ക്ലാസ് എടുത്തു. 4 പീരീഡ്. ഇനി ഇപ്പം 1 മണിക്ക് ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ഒരു പീരീഡും ക്ലാസ്. അപ്പൊ കണ്ടിന്യൂസ് എത്ര ക്ലാസ് ആയി മിസ്സിന്? 6 ക്ലാസ് ആയി അല്ലേ? അപ്പൊ ആരാണ് ക്ഷീണിക്കുന്നവര് കൂടുതല്? നിങ്ങൾ കുഞ്ഞു മക്കളും നമ്മൾ വലിയ ആളുമാണ്. വയസ്സെത്തിയല്ലേ അല്ലേ? അപ്പൊ ക്ഷീണം വരില്ലേ? എന്നാൽ എനിക്കും ഇല്ലേ? ചിരി വരുവാണ് അല്ലേ? മിസ് ക്ഷീണം പിടിച്ചില്ലല്ലോ റിയാനെ? മിസ് ഒരാളെ പറയുന്നുണ്ടല്ലോ കഴിച്ചിട്ടുണ്ടാവൂലേ ഇന്ന്? അതാണ് പ്രശ്നം അല്ലേ? ഇന്നാരും പാലും പഴവും തന്നില്ലേ മക്കൾക്ക്? കഴിച്ചോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? ക്ഷീണം പിടിച്ചില്ല. ഷാസിന് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന്. കഴിച്ചിട്ട് ഷഹലിന് ക്ഷീണം വന്നോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പവറുകൾ എഴുതാൻ പഠിക്കണ്ടാവുണ്ട്. പോട്ടെ, ക്ഷീണം വന്നില്ല എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് എഴുതാൻ പഠിക്കുന്നില്ല. ഇതൊന്നുകൂടി മിസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് തരാം കേട്ടോ ക്ലാസ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി വായിക്കാം. എല്ലാരും ഉറക്കെ വായിച്ചോ മിസ്സിന്റെ കൂടെ? നമുക്ക് എന്നിട്ട് മതിയാക്കാം. ഒരാളാ സെപ്പറേറ്റ് വായിക്കാം. പശു വായിക്കേ. പശു, കലം, ഫലിതം. ഡെൽവിൻ വായിച്ചു. ഡെൽവിൻ ബാലൻ, മാനം. ഓക്കെ, മനസ്സിലോ? അപ്പൊ വായിക്കാൻ പഠിച്ചോ? ഓക്കെ, അപ്പൊ നമുക്ക് മതിയാക്കാം അല്ലേ? നിങ്ങൾക്ക് ക്ഷീണം വന്നില്ലേ? അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് സ്കൂള് തുറക്കാനാണ്. എത്രയും വേഗം സ്കൂള് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോ. നിങ്ങൾക്ക് കുഞ്ഞുമക്കളെ അപ്പൊ നിങ്ങൾക്കും കൂടി സ്കൂള് തുറക്കാൻ വേണ്ടി നമുക്ക് ആരോടാ നമ്മ പ്രാർത്ഥിക്കുക? പേജ് നന്നായി വായിക്കണം. അക്ഷരദീപം ബുക്ക് ചെയ്യണം. എന്താണ് അൻവിത? നല്ല സ്കൂളും തുറക്കാൻ പറയാട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ നല്ലതുപോലെ വായിക്കുക. അക്ഷരദീപം ബുക്ക് സമയത്ത് എഴുതുക കേട്ടോ. ഇന്നെ എഴുതണം നല്ല മിസ് പറയുന്ന കേട്ടോ. നിങ്ങള് എഴുതണം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആർക്കും കഴിയുന്നില്ലല്ലോ. ബൈ. നല്ല മക്കളാണ്. ഓ അതെയാ? പഠിപ്പിക്കാൻ പാടില്ല. ടാറ്റാ, ബൈ ബൈ.